കായംകുളത്ത് പോലീസിനെ വട്ടം ചുറ്റിച്ച മോഷ്ടാവ് ഒഴിവിൽ ഒരു ഓടയിൽ ഒളിച്ചു എന്നാണ് പറയുന്നത്. ഫയർഫോഴ്സ് എത്തി സാഹസികമായി മോഷ്ടാവിനെ ഓടയിൽ നിന്ന് പുറത്തെടുത്തു. കായംകുളം റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ഓടയിലായിരുന്നു നാടകീയമായി സംഭവങ്ങൾ അരങ്ങേറിയത്. മനീഷ് മഹിബാൽ ടെലിഫോണിലുണ്ട്. മനീഷേ, ഓടയിൽ കയറി ഒളിക്കാൻ ശ്രമിച്ചോ? ഓടയിൽ നിന്ന് പണ്ടേ എഴുതിയതാ. SKN ഈ സംഭവം ആദ്യം മോഷ്ടാവിനെ കണ്ടെത്താനുള്ള പിടികൂടാനുള്ള ശ്രമമായിരുന്നുവെങ്കിൽ പിന്നീട് അതൊരു രക്ഷാപ്രവർത്തനമായി മാറുകയായിരുന്നു. ഇന്നലെ പല സ്ഥലങ്ങളിൽ കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പല സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി ഒരാൾ എത്തി മോഷണ ശ്രമം നടത്തുന്നു എന്നുള്ള വിവരം, മോഷ്ടിക്കാൻ പല വീടുകളിലും എത്തിയിരുന്നു, അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ള വിവരം കായംകുളം പോലീസിന് വിവരം ലഭിച്ചു. കായംകുളം പോലീസിന്റെ രാത്രി അന്വേഷണം നടത്തി. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞ് ഓടയിൽ, കായംകുളം റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഓടയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം കായംകുളം പോലീസിന് വിവരം ലഭിക്കുന്നത്. അങ്ങനെ ഓടയിലെത്തി പരിശോധന നടത്തുമ്പോൾ ഒരാൾ ഓടയിൽ തന്നെ ഉണ്ട്. പക്ഷെ അയാളെ മുകളിലേക്ക് കയറ്റാൻ പോലീസിന് കഴിയുന്നില്ല. ഇയാൾക്ക് സ്വമേധയാ തന്നെ മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. പിന്നീട് പോലീസ് ഇയാളെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ വീണ്ടും ഇയാൾ ഓടയ്ക്കുള്ളിലേക്ക് അകത്തേക്ക് പോകുന്ന രീതി എത്തി. പിന്നീട് അഗ്നിരക്ഷാ സേനയെ സ്ഥലത്തെത്തിച്ചു. 4 മണിക്കൂറോളം സമയം, ഇന്നലെ രാത്രി 1 മണിക്ക് തുടങ്ങിയ രക്ഷാപ്രവർത്തനം, അതായത് കള്ളനെ ഓടയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇന്നലെ 4 മണിക്കൂർ നീണ്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഇയാളെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. ഇയാളെ പിന്നീട് പോലീസ് ചോദ്യം ചെയ്തു. ഇയാൾക്ക് ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തി. ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ മോഷ്ടാവ് തന്നെയാണ്, ഈ കായംകുളം പ്രദേശത്ത് മോഷ്ടിക്കാൻ തന്നെ എത്തിയതാണെന്ന് പോലീസിന് ഉറപ്പായി അതിന് വ്യക്തത വന്നു. ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജശേഖരൻ എന്നാണ് പേര്. എന്താണെങ്കിലും ഒരു മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമം ഒരു തരത്തിലൊരു രക്ഷാപ്രവർത്തനമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കായംകുളത്ത് ഇന്നലെ രാത്രി കണ്ടത്. പുലർച്ചെയാണ് അയാളെ ഓടയിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചത്. SKN. ഓക്കെ മനീഷ്, പോലീസ് ജലപീരങ്കി ഓടയ്ക്കുള്ളിൽ ഉപയോഗിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.